അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടി ഇങ്കത്തെ ഒരു ഹദീസിൽ ഇങ്ങനെ കണ്ട്, സലാസുൻ മൻ റുസിഖഹുന്ന ഫഖദ് റുസിഖ ഖൈറുദ് ദുനിയ വൽ ആഖിറ അർറിളാ ബിൽ ഖളാഇ വസ്സബ്റു അലൽ ബലാഇ വദ്ദുആഉ ഇൻദ റഖാഇ. മൂന്ന് വിഷയ അള്ളാഹു ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടായെങ്കിൽ ഫഖദ് റുസിഖ ഖൈറുദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും വെച്ചിട്ട് ആഖിറത്തിലും വെച്ചിട്ട് ഖൈറായ വസ്തുക്കൾ അവന് കിട്ടിയിട്ടുണ്ട്. ദുനിയാവിൽ വെച്ച് ജീവിക്കുന്ന ടൈമിലും മൂന്ന് സ്വഭാവങ്ങൾ അവനു അള്ളാഹു കൊടുത്തിട്ടുണ്ടായെങ്കിൽ അത് ദുനിയാവിലും ആഖിറത്തിലും ഖൈറായ ഒരു കാര്യമായിട്ട് അള്ളാഹു അവൻ്റെ കബൂലാക്കിയ ചൊല്ലുടെ അടയാളമായിട്ട് ഈ മൂന്ന് സ്വഭാവം നബി തങ്ങൾ വഴിപാട്ടതിൽ ഒന്നാമത്തത് അർറിളാ ബിൽ ഖളാഇ. അള്ളാഹു ഞങ്ങൾക്ക് തന്നെ അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങളെ കൊണ്ട് തൃപ്തിപ്പെട്ടെങ്കിലത്തെ ഒരു സ്വഭാവം. അത് ഭാരി വലിയ സ്വഭാവം, വലിയ ഉന്നതമായ നല്ല സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളുടെ സ്വഭാവമായിട്ടിരിക്കണം. അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടത് അത് ചെറിയ വിഷയമല്ല. ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ അങ്ങനെ പാകപ്പെടുത്തിയിട്ട് എടുക്കണം. ഞങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ടൈമിലോ കുറേ ആഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം. ബിസിനസ് ആക്കണമെങ്കിൽ നല്ല ബിസിനസ്സിൽ ലാഭമാവണമെന്ന് ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ആ ലാഭം കിട്ടില്ല, ചിലപ്പോൾ നഷ്ടമായോണ്ട് പോണ്ടു. അവിടെ ഞങ്ങൾ വേദിക്കണോ, ഇത് ഞങ്ങൾക്ക് അള്ളാഹു കണക്കാക്കിയത് ഇത്ര ഇട്ടിക്കട്, എൻ്റെ ഈ ബിസിനസ്സിൽ ഇത്രമേ എനിക്ക് ലാഭം വീർച്ചത്, ഇത്ര ഇട്ടിക്കട് നഷ്ടനൊക്കെ അള്ളാഹു കണക്കാക്കിയത്. അത് കൊണ്ടാണ് തൃപ്തിപ്പെട്ടെങ്കിൽ ഒരു മനസ്സ് ബിസിനസ്സിലെ ആൾമാർ വിചാരിക്കണം. വലിയൊരു അവഘട്ടവും ഒരു ആഗ്രഹിക്കട് അത് വലിയ മട്ടത്തിൽ അവഘട്ടം ആവാണ്ട് ചെറിയ രൂപത്തിൽ അത് ഒതുങ്ങി പോകുമ്പോൾ ആ മനുഷ്യവും വേരിക്കണോ, ഇതിനൊക്കെ അള്ളാഹു തന്ന ഇത്ര മാത്രമായിട്ട്. ഗാഡി എന്തും ഇല്ലാത്തവനും വേരിക്കണായത് അൽഹംദുലില്ലാ അള്ളാഹു നക്ക് നടക്കുകയെങ്കിലും ആഫിയത്ത് തന്നരല്ലേ. ബാക്കി നിങ്ങൾക്ക് ഗാഡി ഉണ്ടു, നക്ക് ഗാഡി ഇല്ലാണ്ട് ബേജാറാക്കട ബദൽക്ക് നക്ക് ഇത്തരെങ്കിലും നടന്നു പോകുള്ള എനിക്കത്തെ സൗകര്യമെങ്കിലും പടച്ചുറപ്പ് നക്ക് തന്നരല്ലേ. റബ്ബു നക്ക് വിധിച്ചത് ഇത് ഹൈറായിട്ടിക്കട് നക്ക് ഓണെന്തരല്ല വിധിച്ചിറ അത് നക്ക് ഹൈറായിട്ട് കിട്ടിയിട്ടുണ്ട് ചൊല്ലുണ്ടെങ്കിൽ ഒരു നല്ല മനസ്സ് അങ്ങ് വേണം. ചില ആൾക്ക് മക്കയ്ക്കില്ല, മക്ക ഇല്ലാത്തങ്ങ ദ്വാർക്ക് ചുമ്മാ മക്ക കിട്ടുമോ ദ്വാർക്കളോട് കൂടെ അള്ളാഹു മക്ക തന്നിട്ടില്ലല്ലേ, എന്തെങ്കിലും ഹൈർ അതിലേക്ക് ചൊന്നിട്ടു തൃപ്തിപ്പെട്ടെങ്കിൽ ഒരു സാഹചര്യ അവിടെ ഉണ്ടാവണം. അതുപോലെ നല്ല പ്രൊഫഷണൽ ഡ്യൂട്ടി കിട്ടാത്ത ആൾമാർ, അല്ലെങ്കിൽ ചെറിയ കൂലിപ്പണിക്ക് പോകേണ്ട ആൾമാർ, അങ്ങനെയുള്ള വിചാരിക്കണേ അൽഹംദുലില്ലാ മൈഷത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചന്തത്തിൽ മൈഷത്ത് പോയിക്കൊണ്ടുണ്ടല്ലേ, 3 നേരം ചോറ് ബുദ്ധിമുട്ടില്ലാണ്ട് ആറാട്ട കൈനീട്ടവും യാചിക്കാത്ത രൂപത്തിൽ കൈനീട്ടണമെങ്കിൽ ഒരു സാഹചര്യം പറയാണ്ട് റബ്ബ് ഇത്ര ചന്തതൻ്റെ ജീവിക്കുള്ള അവസരമൊക്കെ തന്നതല്ലേ. അൽഹംദുലില്ലാ ചെന്നിട്ട് റബ്ബുടെ ആ ഖളാ തൃപ്തിപ്പെടണം. ജാഹിലിയ കാലത്തിൽ ആണ് പേരുടെ സന്തോഷിയിട്ട് പെണ്ണ് വെത്തുണ്ടായെങ്കിൽ ജീവന്തമായിട്ട് കുഴിച്ചു മൂട്ടെങ്കിൽ ഒരു സാഹചര്യ ജാഹിലിയ കാലത്തിൽ അപ്പം നബി തങ്ങ വന്നിട്ട് അത് സ്റ്റോപ്പാക്കിയിട്ട് അവിടെ അങ്ങനത്തെ പെണ്ണ് കൊണ്ടു അള്ളാഹു തന്നെ കിടോ പെണ്ണാണെങ്കിൽ തൃപ്തിപ്പെടണോ ചൊല്ലണമെങ്കിൽ വലിയ സന്ദേശം കൊടുത്തിട്ടാകുമ്പോൾ സ്വഹാബത്തിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അന്തത്തിന് നബി തങ്ങ എത്തുപാട്ടിട്ട് അള്ളാഹുടെ കലാഹു കൊണ്ട് തൃപ്തിപ്പെട്ടെങ്കിൽ വലിയ മനസ്സ് സ്വഹാബത്ത് കാട്ടിയതിരെ ഭാഗമായിട്ടിക്കട് അങ്ങ് സ്വർഗത്ത് അവകാശിയായിട്ട് ബദലായിരോ. ഞങ്ങളെ കാട്ടി ഉയർന്ന സ്ഥാനത്തിലുള്ള ആൾമാരെ അല്ലെങ്കിൽ ഉയർന്നമായ നല്ല ജീവിത ആക്കണമെങ്കിൽ ആൾമാരെ ജീവിതം നോക്കേണ്ടതായിട്ട് ഞങ്ങൾക്ക് അള്ളാഹു തൃപ്തിപ്പെടുക ആവില്ല. അതായത് ഞാൻ ചെന്നുകൊണ്ട് വന്നേ ഞങ്ങളെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെക്കാണ്ടി ഉയർന്ന വലിയ 2-3 തട്ട് അവത്തുള്ളൂ ജീവിക്കണമെങ്കിൽ അതുപോലെ ഞങ്ങളെക്കാണ്ടി വലിയ കമ്പനിയിൽ ഇന്ന ആൾമാരെ നോക്കൂടെ ബദൽകെ ഞങ്ങളെക്കാണ്ടി കീഴുള്ളെങ്കത്തെ ഒരു നേരം പോലും തിന്നുക ഗത്തിയില്ലാണ്ട്, ഡ്രസ്സ് ഇടുക ഗത്തിയില്ലാണ്ട്, അതുപോലെ സ്വറ എല്ലാ നാളും സ്വറ ഇല്ലാണ്ട് എപ്പെങ്കിലും സ്വറ കിട്ടണമെങ്കിൽ ഞങ്ങളെക്കാണ്ടി കിളമട്ടത്തിൽ ജീവിക്കുന്ന ആൾമാരെ ജീവനത്തിൽ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായെങ്കിൽ റബ്ബുടെ ഖളാഹ് കൊണ്ട് തൃപ്തിപ്പെട്ടെങ്കിൽ ഒരു വലിയ മനസ്സ് ഞങ്ങൾക്ക് കിട്ടും. അതേ സമയത്ത് ഞങ്ങളെക്കാണ്ടി വലിയ സമ്പളത്തിലുള്ള, അതുപോലെ വലിയ അവ ഉള്ളേ, വലിയ ഫാമിലി ഉള്ളേ,
ಅದರಾಂಡಿ വലിയ രൂപത്തിലുള്ള ആൾമാരെ നോക്കുമ്പോഴത്തേക്ക് ടെൻഷൻ പണ്ടേ അങ്ങനെ നോക്കിയിട്ട് ഞങ്ങ കൊതിക്കട ബദൽ ഞങ്ങൾക്ക് തന്നതിൽ തൃപ്തിപ്പെട്ടെങ്കിലോ സാഹചര്യ ഞങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങളെ പടച്ചെങ്കത്തെ റബ്ബു പടച്ച ആ ടൈമിലെ ഞങ്ങൾക്ക് എന്തെಲ್ಲ ಬರ್ನು ഏതെല്ലാം രൂപത്തിൽ ഞങ്ങൾ ജീവിക്കണോ ചൊല്ലുടുതു അവನು തീരുമാനിച്ചിട്ടിക്കട. ആ തീരുമാനത്തിന് ഞങ്ങൾക്ക് അംഗീകരിക്കലല്ലാണ്ട് വേറെ നിർവാഹമേ ഇല്ല. പടച്ച റബ്ബു ഞങ്ങളെ പടച്ചവണയിട്ടിക്കട്, ഞങ്ങൾക്ക് ഈ ജീവിതം തന്നവണവണയിട്ടിക്കട്, ഞങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ഹയാത്തും ഞങ്ങൾക്ക് ഈ രൂപത്തിലുള്ള സ്റ്റാറ്റസ് തന്ന റബ്ബുടെ കലാ ഞങ്ങൾ എതിരായിട്ട് പറയുമ്പോൾ ഞങ്ങൾ വേരിച്ചതിന് എതിരായിട്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് തൃപ്തിപ്പെടുവാവില്ലുണ്ടായെങ്കിൽ ഒരു ഖുദുസിയായ ഹദീസിൽ അള്ളാഹു ചെന്നതുപോലെ മല്ലമ്മിർലബിൽ ഖലാഇ, ആരെങ്കിലും നന്റെ ഒരു ഖലാ ನಾನು കൊടുത്തെങ്കത്തെ തീരുമാനം അവനക്ക് അംഗീകരിക്കുകയാവില്ലുണ്ടായെങ്കിൽ വലം യസ്ബിർ അല ബലായി ഞങ്ങൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് അത് നാളെ ഞങ്ങൾ ചർച്ച ആക്കാം. അപ്പം ನಾನು കൊടുത്ത പരീക്ഷണങ്ങൾ അവന് സബറെടുക്കുകയാവില്ലുണ്ടായെങ്കിൽ ഫല്യത്തുലുബ് റബ്ബൻ സിവാഹി, ಅವನು ನಾನಲ್ಲಾತ್ತವ್ರ ರಬ್ಬುಡೆ ಆರಾಧಿಕಟ್ಟು ನಂಡಟ ಅವನು ಆರಾಧಿಕಂಡ, ನಂಡೆ ಅಲ್ಲಾಹುಂಡು ಬಿಲಿಕಂಡ, ನಂಡೆ ദ്വാരക്കണ്ട, നന്റെ കല്ലാഹ് കൊണ്ട് തൃപ്തിപ്പെട ആവില്ലണ്ടായെങ്കിൽ അവನು നന്റെ ഭൂമിയിൽ ജീവിക്കണ്ട. അവನು ನಾನല്ലാത്ത റബ്ബുട്ട് അവನು പോട്ടു, ನಾನല്ലാത്ത അള്ളാഹുട്ട റിസ്ക് കേക്കട്ട്, എല്ലാം ബേരാൾട്ട കേക്കട്ട് എന്നിട്ട് അള്ളാഹു പരിശുദ്ധമായ ഖുദ്സിയായ ഹദീസിൽ ചൊന്നിട്ടുണ്ടായെങ്കിൽ അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടെങ്കത്തെ സ്വഭാവ അത് ഔലിയാക്കന്മാരെ സ്വഭാവം ഏറ്റിക്കിട്, അമ്പിയാക്കന്മാരെ സ്വഭാവം ഏറ്റിക്കിട്, സജ്ജനങ്ങളായ ആൾമാരെ സ്വഭാവം ഏറ്റിക്കിട്. ആ സ്വഭാവം ഞങ്ങളെ ജീവിതത്തിൽ അളവടിസുകൂ ഞങ്ങൾ ഗരിഷ്ഠ പ്രയത്നം ആക്കണോ. റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു അതൊക്കെ തൗഫീക്ക് തരട്ടെ. അവൻ്റെ ഖലാഹ് കൊണ്ട് അവൻ നമുക്ക് നിശ്ചയിച്ച എല്ലാ കാര്യം കൊണ്ട് തൃപ്തിപ്പെട്ടെങ്കത്തെ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാ ആൾമാരെയും നീ ഉൾപ്പെടുത്തണേ. അല്ലാ ജീവിച്ചിട്ടുള്ള ഞങ്ങളെ അബ്ബ ഉമ്മ പെഞ്ഞൈമക്ക എലങ്ങ ഞങ്ങളെ ഫാമിലിങ്ങ, അതുപോലെ ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തങ്ങ ഞങ്ങളെ ക്ലാസ് നിരന്തരമായിട്ട് കേക്കിട ആൾമാർ, ബാക്കി നിങ്ങൾക്ക് ഷെയറാക്കിട ആൾമാർ അല്ലാഹുവേ പഠിക്കുന്ന കാലം മുതൽ ഈ നിമിഷം തോളും ഞങ്ങൾക്ക് സഹായിച്ച് സഹകരിച്ച് ഞങ്ങൾക്ക് അത്താനിയായിട്ട് നിന്റെ എല്ലാ ആൾമാർക്കും നീന് ഖൈറും സന്തോഷവും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.